ഒന്നും തികച്ചും വ്യത്യസ്തമായിട്ട് മദ്യം ഇല്ലാതെ സ്വസ്ഥമായിട്ട് മദ്യരഹിതമായ ആളുകളുടെ കൂട്ടായ്മയിൽ, ദൈവിക കൂട്ടായ്മയിൽ ഇരിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ ഒരു സ്പിരിച്വാലിറ്റിയാണ്, ആത്മീയതയാണ്. കാരണം ആത്മീയത എന്ന് ഈ കൂട്ടായ്മയ്ക്ക് വരുന്നതിന് മുമ്പ് എന്റെ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക. അന്നത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കുറെ എഴുതി വെച്ച കുറെ പ്രാർത്ഥനകളായിരുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞാൻ കൃഷ്ണനെ വിളിച്ചായിരുന്നു, നന്മ നിറഞ്ഞ മറുപടിയാമേ, ഇങ്ങനെയൊക്കെയുള്ള കുറെ പ്രാർത്ഥനകളായിരുന്നു. പള്ളിയിൽ ചെല്ലുമ്പോഴും കുറെ ചൊല്ലുകൾ അത് എഴുതി വെച്ച പുസ്തകം നോക്കിയായിരുന്നു. അല്ലാതെ മറ്റു പ്രാർത്ഥനകൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. എനിക്ക് ഒരു കാറ് തരണേ, എനിക്കൊരു വീട് തരണേ, എനിക്ക് കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണിനെ കെട്ടിച്ചേരണേ, അല്ലെ, അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്റെ പ്രാർത്ഥനകളല്ല. ഒരിക്കൽ പോലും മറ്റുള്ളവരുടെ നന്മയ്ക്കോ അല്ലെങ്കിൽ ദൈവഹിതം എന്തെന്നറിഞ്ഞ് പ്രവർത്തിക്കണം എന്നുള്ള ആ ഹിതത്തിന് വേണ്ടിയൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പോഴും ആത്മീയത എന്ന് പറയുന്നത് എല്ലാ ദിവസവും കൃത്യമായിട്ട് ദേവാലയത്തിൽ പോകുക, വൈകുന്നേരത്ത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക, ഇതായിരുന്നു. അപ്പൊ പ്രാർത്ഥന മാത്രമായിരുന്നു എന്റെ ആത്മീയതയുടെ പ്രവൃത്തി എന്നുള്ളതിനെ കുറിച്ച് ഞാനൊന്നും ചിന്തിച്ചിട്ടില്ല. അപ്പൊ പിന്നെ കൂട്ടായ്മയിൽ വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത് പ്രാർത്ഥന, ആത്മീയത എന്ന് പറയുന്നത് പ്രാർത്ഥനയും പ്രവൃത്തിയും കൂടെ ചേർന്നതാണ്. പ്രാർത്ഥനയ്ക്ക് തന്നെ എന്റെ ജോസഫ് സാർ പറഞ്ഞതുപോലെ പ്രയറിന് രണ്ട് ഭാഗമുണ്ട്. ടോക്ക് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മീ ആൻഡ് ലിസണിങ് ടു ഗോഡ്. പ്രാർത്ഥന ധ്യാനം, അതിന് രണ്ട് ഭാഗം. അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റി, സ്പിരിറ്റ് പ്ലസ് റിച്വൽസ്. സ്പിരിറ്റ് ഗോഡ്, റിച്വൽസ് ആ ദൈവത്തിന് നൽകുന്ന അനുഷ്ഠാനങ്ങൾ. മദ്യപിക്കുന്ന കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂർ മദ്യത്തെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. മദ്യത്തിന് വേണ്ടി എന്ത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, കടം പേടിക്കണോ, ഭാര്യയുടെ മോതിരമോ മോട്ടിക്കണോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ചീത്ത വിളിക്കണോ, എത്ര ദൂരം പോകണോ, എന്തും ചെയ്യും. മദ്യ ചിന്തകൾ മാത്രമായിരുന്നു. കൂട്ടായ്മയിൽ വന്ന് സുബോധം വന്നപ്പോഴാണ് ദൈവിക ചിന്തയിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ കൂട്ടായ്മയിൽ വന്നപ്പോൾ സെർണിറ്റി പ്രയർ കേട്ടു തുടങ്ങി. മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുവാനുള്ള പ്രശാന്ത മനസ്ഥിതിയും, മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുന്ന ധൈര്യവും, ഇവയെ തമ്മിൽ വേർതിരിച്ചറിയുവാനുള്ള വിവേകവും. അപ്പൊ ആദ്യം ഈ മലയാളത്തിൽ ഇത് കേൾക്കുമ്പോൾ, ആദ്യം നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഇത് ആദ്യം ഗോഡ് ഗ്രാൻഡ് മീ ദ സെർണിറ്റി, ശാന്തമായ മനസ്സ്. പ്രശാന്തി എന്ന് പറയുന്നത് ശാന്തമായ മനസ്സ്. ശാന്തമായ മനസ്സ് എനിക്ക് നൽകണമേ എന്നാ പറയുന്നത് ആദ്യം, ഇംഗ്ലീഷിലാണ്. അപ്പൊ ഇത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് തിരിച്ചിട്ടാ പറയുന്നത്. ശാന്തമായ മനസ്സ്, ധൈര്യം, വിവേകം, ഇത് മൂന്നാ ചോദിക്കുന്നു ആദ്യം ഇംഗ്ലീഷിൽ. മലയാളത്തിലാകുമ്പോൾ ബാക്കിലായിരുന്നു, അടിയിലായിട്ട്. അപ്പൊ ആ പ്രയർ കേട്ടപ്പോഴും എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ പ്രയറിൽ, സെർണിറ്റി പ്രയറിൽ ഈ ബിഗ് ബുക്ക് പറയുന്ന മുഴുവൻ കാര്യങ്ങളും സംക്ഷിപ്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാനിത് പ്രാർത്ഥിക്കാറില്ല എന്നുള്ള, ഈ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഫെലോഷിപ്പിൽ മാത്രം അത് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്. കാരണം എനിക്കതിനെ ഉൾക്കൊള്ളാൻ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതിനെ ഉൾക്കൊള്ളാൻ ആയിട്ടാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. പക്ഷെ വളരെ സിമ്പിൾ ആണ്. കാരണം മാറ്റുവാൻ പറ്റാത്തവയെ എനിക്ക് മാറ്റാൻ പറ്റുന്ന മദ്യപാനങ്ങൾ മാത്രമാണ്. എന്റെ ചിന്തകളെ എനിക്ക് മാറ്റാൻ പറ്റും. അപ്പൊ ആ മാറ്റാൻ പറ്റുന്നത് നാട്ടുകാരും വീട്ടുകാരെയും അവരുടെ ഒന്നും മാറ്റാൻ പറ്റില്ല. എന്റെ ചിന്തകളെ മാറ്റാൻ പറ്റും. ഇവയൊക്കെ തിരിച്ചറിയുവാനായിട്ടുള്ള വിവേകവും തരണമേ എന്നുള്ള അതാണ് ഒരു പ്രാർത്ഥന. എന്റെ ചിന്തകളെ മാറ്റാൻ എനിക്ക് കഴിയും, മദ്യപാനം മാറ്റാൻ കഴിയും. അപ്പൊ എന്റെ ചിന്തകളെ, മറ്റുള്ളവരെ മാറ്റാനോ അവരുടെ ചിന്തകളെ, നാട്ടുകാരെ അല്ല ചിന്ത മാറ്റാനായിട്ട് ഞാൻ കൂട്ടായ്മയിൽ വരുന്നത്, പിന്നെ എന്റെ ചിന്തകളെയാണ്. അപ്പൊ അത് തിരിച്ചറിയുവാനുള്ള വിവേകവും തരയണമേ എന്നുള്ള പ്രാർത്ഥന. പക്ഷെ തേർഡ് സ്റ്റെപ്പ് പ്രയറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-ാം പടിയിൽ ഉള്ള പ്രാർത്ഥനയെ ഞാനിപ്പോ പ്രാർത്ഥിക്കാറുള്ളത്. കാരണം അത് കുറച്ചുകൂടെ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയതാണ്. ഞാൻ എന്റെ സ്പോൺസറോട് ചോദിച്ച് ഈ പ്രയറിന്റെ കാര്യം ചോദിച്ചെന്ന് പറഞ്ഞ്, നിനക്ക് ഇഷ്ടമുള്ള പ്രയർ നിനക്ക് പ്രാർത്ഥിക്കാം, അത് നിന്റെ ഇഷ്ടമാണ്. ഞാൻ അതിനകത്ത് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം, അത് നിനക്ക് പണ്ട് ഇത് ദൈവത്തോട് ഭയമായിരുന്നു എനിക്ക്. പക്ഷെ ഇന്ന് എനിക്ക് എന്റെ സുഹൃത്തിനെ പോലെ എനിക്ക് എന്റെ ദൈവത്തോട് സംസാരിക്കാൻ, ഭയമില്ലാതെ സംസാരിക്കാൻ കഴിയുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തേർഡ് സ്റ്റെപ്പ് പ്രയർ ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 3-ാം പടി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഇച്ഛകളും ജീവിതവും ഞങ്ങൾ മനസ്സിലാക്കുന്നു, ദൈവത്തിന്റെ സംരക്ഷണത്തിൽ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഞാൻ എല്ലാ ദിവസവും രാവിലെ, ദൈവമേ, ഉപാധികളില്ലാതെ ഞാൻ എന്നെ തന്നെ അങ്ങയിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ ഹിതം എന്തായാലും എന്നിലൂടെ നിറവേറട്ടെ. വിജയമായാലും പരാജയമായാലും സുഖമായാലും ദുഃഖമായാലും മദ്യരഹിതമായിട്ട് അവയെ അഭിമുഖീകരിക്കാനുള്ള ശക്തിയും വിവേകവും തരയണം.
അതെല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും. അത് ചിലപ്പോൾ ആദ്യം എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ആ ടച്ച് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ 1, 2, 3 പ്രാവശ്യം പ്രാർത്ഥിക്കും. അത് ഞാൻ അഹങ്കാരി ആയതുകൊണ്ട് ഞാൻ കുറച്ച് അഹങ്കാരം, കാരണം ആ അഹങ്കാരം കൊണ്ടാണ് എനിക്ക് എളിമയില്ലാഞ്ഞത്. എത്രത്തോളം മോർ ഹ്യൂമിലിറ്റി, മോർ സ്പിരിച്വാലിറ്റി, മോർ റിക്കവറി ഇൻ ഓൾ അഫേഴ്സ്. വൈകാരികമായിട്ടുള്ള റിക്കവറി ആയാലും ആൽക്കഹോളിൽ നിന്നുള്ള റിക്കവറി ആയാലും എല്ലാം, സ്പിരിച്വൽ റിക്കവറി ആയാലും എല്ലാം നടക്കുന്നത് നമ്മൾ എത്രത്തോളം എളിമ ഉണ്ടാവും. അപ്പൊ ഞാൻ അങ്ങനെ എന്റെ അടുത്ത് സ്പോൺസർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നീ മുട്ടുകാലി എന്ന ദൈവത്തോട് പോച്ചു, അത് നിന്റെ ഇഷ്ടം. അങ്ങനെ എല്ലാ ദിവസവും ഞാൻ അങ്ങനെ മുട്ടുകാലി നിന്നാ ഞാൻ പറയുന്നത്. കാരണം ദൈവത്തോട് പ്രാർത്ഥിക്കും, എന്നെ ഞാൻ അങ്ങിൽ സമർപ്പിക്കുന്നു. ഇന്ന് ഈ ഒരു ദിവസത്തേക്ക് ഇന്നലകളെ കുറിച്ചുള്ള സങ്കടങ്ങളോ നാളത്തെ കുറിച്ചുള്ള ഭയം ഒന്നുമില്ല. ഇന്നൊരു ദിവസം ഈശ്വരനിൽ സമർപ്പിക്കുക. ഇന്ന് സംഭവിക്കുന്നതെല്ലാം അങ്ങയുടെ ഹിതമാണ്, അത് എന്നിലൂടെ നിറവേറട്ടെ. എന്നിലൂടെ ഞാൻ എന്റെ കർമ്മം ലളിതമായിട്ട് ചെയ്യുന്നു, അതാണ് ഡീഡ്. ദൈവത്തിന് സമർപ്പിക്കും. ഡിസിപ്ലിൻ ഇൻ ലൈഫാണ് സ്പിരിച്വാലിറ്റി, സ്പിരിറ്റ് പ്ലസ് റിച്വൽസ്. ദൈവത്തിന് നൽകുന്ന റിച്വൽസ് എന്ന് പറഞ്ഞാൽ എന്റെ കർമ്മം കൃത്യമായിട്ട്, ദൈവം എന്നിൽ ഒരു പദ്ധതി, എന്നിൽ ഇന്നത് ചെയ്യാനായിട്ടാണ് എന്നെ ഭൂമിയിലേക്ക്. ഇന്നൊരു ദിവസം ചെറിയ കാര്യങ്ങൾ, അപ്പൊ ആ ചെറിയ കാര്യങ്ങൾ പലത് ചെയ്യുമ്പോഴാണ് ഭാവിയിൽ അതിന്റെ ഫ്രൂട്ട്സ് എനിക്ക് കിട്ടുന്നത്. ഞാൻ പണ്ട് മദ്യപിച്ചിരുന്ന കാലഘട്ടത്തിൽ മദ്യപാനിയായിട്ട് മടിയനായിട്ട് അത് ചെയ്യാതിരുന്നിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരയുക അല്ലെങ്കിൽ പരാതിപ്പെടലായിരുന്നു. ഇന്നതല്ല. ഇന്ന് എനിക്ക് എന്തുണ്ട്? ഇന്ന് എന്റെ പോക്കറ്റിൽ സത്യത്തിൽ 1 രൂപ അല്ല 50 രൂപ എങ്ങാണ്ടേ ഉള്ളായിരുന്നു. ആ 50 രൂപ കൊണ്ട് ഞാൻ ഇന്ന് തൃപ്തനാണ്. എനിക്ക് അതിനകത്ത് പ്രശ്നമില്ല. ഇന്ന് രാവിലെ ഞാൻ ടൈപ്പ് ചെയ്യാനായിട്ടിരുന്നപ്പോൾ കുറച്ച് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കറണ്ട് അങ്ങ് പോയി. കറണ്ട് പോയപ്പോൾ സേവ് ചെയ്തില്ലായിരുന്നു, അതെല്ലാം അങ്ങ് പോയി. അപ്പൊ ഞാൻ ഇവിടുന്ന് ബൈക്ക് എടുത്ത് ചുമ്മാ, ഞാൻ ഈ വീട്ടിലിരുന്നാൽ ഓഫീസ് വീട്ടിൽ തന്നെ, ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ അസ്വസ്ഥനാവും. ഞാൻ ബൈക്ക് എടുത്ത് ചുമ്മാതെ റൈഡിന് പോയി. അവിടെ ചെന്നപ്പോൾ പോകുന്ന വഴിയിൽ ഒരാള് തേൻ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ തേനെടുത്ത് വീട്ടിൽ വെച്ചിട്ടുണ്ട്. അയാൾ എനിക്ക് തേൻ 300 രൂപ, പക്ഷെ എന്റെ കാശില്ല, അന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കുറച്ചു നേരം ഈ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴ്, ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഷിബുഭായി എന്നെ വിളിച്ചത് മീറ്റിങ്ങിൽ, ഇതുപോലെ വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ കർമ്മം ഇന്ന് വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല, പക്ഷെ ഞാൻ സാറ് പറഞ്ഞതുപോലെ അസ്വസ്ഥനായിരുന്നില്ല. ഞാൻ മറ്റുള്ളവർക്ക് അസ്വസ്ഥത നൽകിയില്ല. ഈ പ്രാർത്ഥന, ദൈവവുമായുള്ള പ്രാർത്ഥനയിൽ ഞാനെപ്പോഴും മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ, ആ പ്രാർത്ഥന ടോക്ക് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മീല്. ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കണം. അതുകൊണ്ടാണ് 4-ാം പടി മുതൽ 4 മുതൽ 9 വരെയുള്ള പടികളെ മിക്കവാറും അത് ചെയ്തുകൊണ്ടേയിരിക്കാം. എന്നെ കുറിച്ച് തന്നെ എന്റെ കുറവുകള്, ധാർമ്മികമായ നിലവാരം ഒന്ന് വിലയിരുത്തി പോകുന്നത് നല്ലതാണ്. എല്ലാ ദിവസവും ഞാൻ എന്നെ ശുദ്ധമായ ഒരു മുറിയിൽ സാമ്പ്രാണിത്തിരി കത്തിച്ചു വെച്ചിരുന്നതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ആ മുറിയിലേക്ക് ആകർഷിക്കപ്പെടും. പക്ഷെ ആ മുറിയിൽ വേസ്റ്റാണ് കൂട്ടിയിട്ടിരുന്നതെങ്കിൽ ആളുകൾ അകന്നു പോകത്തേ ഉള്ളൂ. അപ്പൊ ദൈവം എപ്പോഴും വിശുദ്ധമായ നമ്മുടെ ശരീരം നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾ വിശുദ്ധി വേണം. അപ്പൊ വിശുദ്ധി വരണമെങ്കിൽ ക്ലീൻ ദ ഹൗസ്. 4 to 9 നമ്മൾ ചെയ്യുന്നത് നല്ലതാ. ഞാന് എന്നെ കുറിച്ച് തന്നെ എന്റെ കഥ എഴുതി, ഞാൻ കൂട്ടായ്മയിൽ വന്ന് യാത്ര ചെയ്യുമ്പോൾ എന്നെ കുറിച്ചുള്ള ഓർമ്മ വെച്ച നാള് മുതൽ ഇന്നലെ വരെയുള്ള കഥകള് അത് എഴുതി ഒന്ന് അത് എന്നെ കുറിച്ച് ഒരു അനാലിസിസ് നടത്തുന്നതല്ല. അത് നടത്താതെ ഞാൻ അറ്റൻഡിങ് ദ ഫെലോഷിപ്പ് ഒള്ളി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയായി മാറാൻ പറ്റത്തില്ല. അവിടെ സ്പിരിച്വാലിറ്റി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 1 to 3 നമ്മൾ 1 മുതൽ 3 വരെയുള്ള പടികളിലൂടെ ബൈ അറ്റൻഡിങ് ദ ഫെലോഷിപ്പ് വി ആർ ഗെറ്റിംഗ് സ്പിരിച്വാലിറ്റീസ്, ഡിവൈൻ ഇന്റർവെൻഷൻ. ബട്ട് നമുക്ക് നമ്മളിൽ അപ്പോഴും ശുദ്ധീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ കഥകൾ എഴുതിയപ്പോഴേ ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടതായിട്ട്, അല്ലെങ്കിൽ ആ ഈശ്വരനും ഞാനുമായിട്ടുള്ള ആ കുഴലിന്റെ ക്ലാവ് പിടിച്ചിരുന്നത് ക്ലീൻ ചെയ്ത് ആ ഫ്ലോ നല്ലതായിരുന്നു. ബാക്കിയുള്ളത് മെയിൻ്റനൻസ് സ്റ്റെപ്പാണ്. അപ്പൊ ധ്യാനം എന്ന് പറയുന്നത്, അതിനകത്ത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ധ്യാനം 1 മിനിറ്റ് നമ്മളൊന്ന് കണ്ണടച്ചിരിക്കുന്നത് നല്ലതാണ്. ആ ധ്യാനം എന്ന് പറയുമ്പോൾ അത് ലിസണിങ് ടു ഗോഡാണ്. എപ്പോഴും ഒരു നല്ല വ്യക്തിയായിട്ട് ജീവിക്കാൻ നമ്മുടെ വാക്കുകളും പ്രവൃത്തിയും ഒക്കെ നല്ലതായിട്ട് ജീവിക്കുമ്പോഴാണ് നമ്മൾ വാക്കുകളും പ്രവൃത്തിയും നമ്മളിൽ നിന്ന് പുറത്തു പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ. അത് അപ്പോഴാണ് നമ്മൾ അട്രാക്ഷൻ റാദർ ദാൻ പ്രൊമോഷൻ ആവുന്നത്. അല്ലാതെ ഞാൻ മദ്യപിക്കുകയല്ല, ഞാൻ വലിയ കാറുകൾ മേടിച്ച് എനിക്ക് 100 ഏക്കറുണ്ട്, എസ്റ്റേറ്റ് ഉണ്ട്, ഇതൊന്നും പറഞ്ഞതുകൊണ്ട് അയാൾ ഒരു സ്പിരിച്വൽ ആവുന്നില്ല. നമ്മളെപ്പോഴും സ്പിരിച്വൽ ആവുമ്പോൾ അയാളിലുള്ള ഒരു ഡിവൈൻ, ഒരു ആത്മീയമായ ഒരു അംശം നമ്മൾ അയാളിൽ ദർശിക്കാൻ കഴിയണം. നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ പലരെയും നമ്മൾ ആ വ്യക്തികളിലുള്ള
അവർക്കുള്ള സാമ്പത്തികമോ അല്ലെങ്കിൽ മറ്റു മാനദണ്ഡങ്ങളോ വിദ്യാഭ്യാസമോ ഒന്നും വെച്ചിട്ടല്ല നമ്മൾ അവരിൽ ആ ദൈവിക അംശം ദർശിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്ന ഒരു വ്യക്തിക്ക് സ്പിരിച്വാലിറ്റി ഉണ്ടെന്ന് എന്റെ കൺസെപ്റ്റിൽ ഞാൻ കരുതുന്നില്ല. കാരണം അയാൾ എനിക്ക് എന്റെ വീട്ടിൽ ഇന്ന് ആഹാരമുണ്ട്, അടുത്ത വീട്ടിൽ പട്ടിണി കിടക്കുമ്പം അവിടെ ആ വീട്ടുകാർക്ക് ആഹാരം കൊടുക്കാൻ കഴിയുമെങ്കിൽ, എന്റെ മനസ്സ് അനുവദിക്കുന്നുണ്ടെങ്കിൽ, മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ സ്പിരിച്വാലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഒരു രോഗിയായ ഒരാളെ ഞാൻ ആശുപത്രിയിൽ, എനിക്ക് കാറുണ്ട്, രാത്രിയിൽ ഞാൻ ഉണർന്നിരിക്കുകയാണെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ സ്പിരിച്വാലിറ്റി ഉണ്ട്. നന്മയുടെ അംശങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സ്പിരിച്വാലിറ്റി ഉണ്ടാവും. നന്മയില്ലാതെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും സ്പിരിച്വാലിറ്റി ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും വിശുദ്ധിയുള്ള വ്യക്തിയാകണമെങ്കിൽ ഞാൻ നല്ല ചിന്തകളും നല്ല പ്രവർത്തികളിലൂടെ പോസിറ്റീവായിട്ട് യാത്ര ചെയ്യണം. ചന്ദനമരത്തിൽ ചാരി നിന്ന് കഴിഞ്ഞാൽ ചന്ദനം മണക്കും, ചാണകത്തിൽ ചാരി നിന്ന് കഴിഞ്ഞാൽ ചാണകം മണക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നല്ല പോസിറ്റീവായിട്ടുള്ള നല്ല ചിന്തകളിലൂടെ, ദൈവിക ചിന്തകളിലൂടെ ദൈവത്തെ എപ്പോഴും നമ്മൾ വിശുദ്ധിയുടെ ഭാഗമായിട്ടാണ് കരുതുന്നത്, തിന്മയുടെ ഭാഗമായിട്ടല്ല. അപ്പൊ ആ നന്മയുടെ ഭാഗത്തൂടെ യാത്ര ചെയ്യാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയണം. എയിലെന്ന് പറയുമ്പോൾ എയില് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഡിവൈൻ ഇന്റർവെൻഷൻ സംഭവിക്കുന്നതിന്റെ കാരണം തന്നെ അവിടെ എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ടാണ് കിട്ടുന്നത് എപ്പോഴും, അല്ലാതെ നെഗറ്റീവായിട്ട് ഒരിക്കലും അല്ല കൂട്ടായ്മയിൽ വരുമ്പോൾ കിട്ടുന്നത്. അപ്പൊ എന്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഈ കൂട്ടായ്മയിൽ വരുമ്പോ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തത്, എന്നെ കേൾക്കുവാൻ തയ്യാറുള്ള ആളുകൾ ഈ കൂട്ടായ്മയിൽ ഉണ്ടാകുന്നു. അപ്പൊ അത്യധികം ഈ കീഴ്പ്പെടാൻ തയ്യാറാകുന്നതെന്ന് തന്നെ നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എളിമ ഉണ്ടാവണം. അവിടെ സാധാരണ ആളുകള്, പാവങ്ങള്, പണക്കാര്, പല തരത്തിലുള്ള ആളുകൾ. അപ്പൊ അവിടെ ചെന്ന് നമ്മുടെ ഫെലോഷിപ്പിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ അവിടെ സ്പിരിച്വാലിറ്റി ഉണ്ടാകുകയാണ്. ഞാനെന്ന ഭാവം, എനിക്ക് പണത്തോടുള്ള അഹങ്കാരം, വിദ്യാഭ്യാസത്തോടുള്ള അഹങ്കാരം, എന്റെ സൗന്ദര്യത്തോടുള്ള അഹങ്കാരം, എല്ലാത്തിൽ നിന്നുള്ള അഹങ്കാരം, ഞാനെന്ന ഭാവം വെടിയുകയാണ്. വെടിഞ്ഞിട്ട് ഞാൻ എളിമ, സത്യസന്ധമായിട്ട് എളിമയോട്, ക്ഷമയോട്, സഹിഷ്ണുതയോട് അവിടെ ഇരിക്കുമ്പം തന്നെ, നമ്മൾ ഫെലോഷിപ്പിൽ അറ്റൻഡ് ചെയ്യുമ്പം തന്നെ നമുക്ക് സ്പിരിച്വാലിറ്റി ഉണ്ടാകുകയാണ്. അവിടെ ഡിവൈൻ ഇന്റർവെൻഷൻ നമുക്ക് സംഭവിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പ് വർക്കുകൾ ചെയ്യാതെ തന്നെ പലരും 8ഉം 10ഉം വർഷമായിട്ട് പോകാൻ കഴിയുന്നതിന്റെ കാരണം അവിടെ ഡിവൈൻ ഇന്റർവെൻഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും. when we are attending the fellowship every day, spiritual intervention അവിടെ ഹാപ്പനിങ്. അപ്പൊ ഈ നമ്മുടെ ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ഈ 12 മണിക്ക് ഇരിക്കുന്നത് നമ്മൾക്ക് നല്ലതാകണം, നല്ല ജീവിത രീതി അനുവർത്തിക്കണം എന്നുള്ള അതുകൊണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും കൂട്ടായ്മയിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു സ്പിരിച്വൽ മരണം വരെയും ഉള്ള സ്പിരിച്വൽ ആത്മീയ യാത്രയാണ് ഈ ആൽക്കഹോളിക്സ് അനോണിമസ് എന്നുള്ളത്. പ്രാർത്ഥനയെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞതല്ല, ഞാൻ ഇപ്പം പ്രാർത്ഥിക്കുന്ന ഈ ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ. ഫെലോഷിപ്പിൽ മാത്രമാണ് ഞാൻ ഈ മാറ്റുവാൻ പറ്റാത്ത സെർണിറ്റി പ്രയർ പ്രാർത്ഥിക്കാറുള്ളത്. കാരണം എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ളത് ഈ ഞാൻ ഇപ്പം മുമ്പേ പ്രാർത്ഥിച്ച, അത് സ്പോൺസർ പറഞ്ഞ് നിനക്ക് ഇഷ്ടമുള്ളത്, നിനക്ക് കംഫർട്ടായിട്ടുള്ളത്, നിനക്ക് സ്പിരിച്വലായിട്ട് കിട്ടുന്നത്, സ്പിരിച്വാലിറ്റി നിനക്ക് കിട്ടുന്നെന്ന് തോന്നുന്ന പ്രാർത്ഥന നിനക്ക് പ്രാർത്ഥിക്കാം. അത് എഴുതി പ്രാർത്ഥിക്കുന്ന അതൊന്നുമല്ല പ്രാർത്ഥന. നീ ടോക്ക് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് യു ആണ്. അപ്പൊ അതിൽ ഞാൻ ഹാപ്പിയാ. ബാക്കി ഞാൻ നന്നായി എന്നുള്ളത്, സ്പിരിച്വാലിറ്റി എനിക്കുണ്ടായി എന്നുള്ളത് ഞാനല്ല പറയേണ്ടത്. അത് എനിക്കൊരു ഫീൽ ചെയ്യുമെങ്കിൽ മറ്റുള്ളവർ പറയും ഞാൻ സ്പിരിച്വൽ, അവന് നന്മയുണ്ട്, എനിക്ക് ഉണ്ടെന്നുള്ളത് മറ്റുള്ളവർ പറയണം. എന്റെ വീട്ടിലുള്ളവര് പറയണം ഇയാൾക്ക് ഒരു മാറ്റം വന്നു എന്നും. അല്ല ഞാൻ തന്നെ പറയും ഞാൻ കൂടി നിർത്തിയതുകൊണ്ട് എനിക്ക് മാറ്റം വന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് സ്പിരിച്വാലിറ്റി ആയില്ല. ഞാൻ എന്റെ വീട്ടുകാർക്ക് സമാധാനം കൊടുക്കണം, നാട്ടുകാർക്ക് സമാധാനം കൊടുക്കണം. അല്ലാതെ എന്റെ വാക്കുകളിലും പ്രവൃത്തിയിലും എല്ലാം അതിന്റെ നന്മയുടെ വശങ്ങളും ഒക്കെ ഉണ്ടായി പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല ജീവിതം അനുവർത്തിക്കുവാൻ കഴിയും എയിലൂടെ. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കൂട്ടായ്മയിലൂടെ നല്ല സ്പിരിച്വൽ ലൈഫ് ലീഡ് ചെയ്യുവാനായിട്ട് ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവം വലിയ ശക്തി, ഗ്രേറ്റർ പവർ, ഗോഡ്, ഈ എയില് ഗോഡ് എന്ന് പറയുമ്പോൾ പവർ ഗ്രേറ്റർ ദാൻ മീ വിച്ച് കൺട്രോൾസ് ദ യൂണിവേഴ്സ് ഇൻക്ലൂഡിങ് മീ, എന്നെക്കാൾ വലിയ ശക്തി, ഈ പ്രപഞ്ചത്തെ തന്നെ നയിക്കുന്ന, എന്നെയും നയിക്കുന്ന ആ വലിയ ശക്തി, അതാണ് ഗോഡ്. അപ്പൊ ആ ശക്തിയുടെ കൃപ കൊണ്ട് എല്ലാവർക്കും കഴിയട്ടെ, മരണം വരെ ഈ ആത്മീയ ജീവിതം, സ്പിരിച്വൽ ലൈഫ് നയിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ശുഭരാത്രി നേരുന്നു. താങ്ക് യു.